എടാ പരീക്കുട്ടിയെ ഈ സ്റ്റൂളിന്റെ ആണി ഇളകിയതിനൊക്കെ നീ എന്നെ പോലുള്ളൊരു പണിക്കാരനെ വിളിച്ച് പണിയിപ്പിക്കുക പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. എടാ ചങ്ങായി ഇജ്ജ് ഇവിടെ ഉമ്മർത്തുള്ളപ്പോ ഞാൻ ഇതിന് വേണ്ടിട്ട് വേറെ ആശാരിനെ തെരഞ്ഞു പോവേ. ഇതൊരു ആണി അടിച്ച പോരെ. ഈ വല്ല മിഷനിൽ നൂല് തുടങ്ങിയ കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു, അല്ലാണ്ട് ഇതൊന്നും നിക്കറിഞ്ഞൂടാ. അതിനുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നില്ല. ഈ ഒരു പരിഹാരം ഉണ്ടാക്കിക്കോളാം. ഞാൻ മനസ്സമാനം ഇല്ലാതെയാണ് പറഞ്ഞത്. ആവശ്യമില്ലാത്ത വർത്തമാനം. വാസുട്ടേ, ഈ ഗോപിയുടെ വീട്ടിൽ പോയി നമ്മളന്ന് സ്ഥാനം കണ്ട് കുറ്റിയടിച്ചില്ലേ, അന്ന് മുതൽ അയാളുടെ വീട്ടിൽ അനർത്ഥമാണ് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കണം. അങ്ങനെ വരില്ലല്ലോ. മൊത്തം ലക്ഷണക്കേടാ എന്റെ ആശാരി. എന്റെ ഭാര്യ ബോധം കെട്ട് വീണു. എന്റെ കൊച്ചിന്റെ കൈ മുറിഞ്ഞ് ചോര കണ്ടു. എന്താപ്പത്? ഇതിപ്പോ രണ്ടു ഒരു ദിവസം ഉണ്ടായത്. ഈ കുറ്റി അടിച്ച് വാനം തോണ്ടി അന്ന്. അങ്ങനെ വരില്ലല്ലോ. ഞാൻ പറഞ്ഞത് അപ്പൊ പറയണ എന്തോ ലക്ഷണക്കേടാണ്, കുറ്റിയടിച്ചതിലെ കുഴപ്പമാണ്. അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ല. ഞാനിപ്പോ ഇന്നും തുടങ്ങിയ പരിപാടിയൊന്നുമല്ല. ഞാൻ എത്രയോ കാലമായിട്ട് ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇതെന്താ കേസറിയോ? ഇത് നമ്മളൊരു പ്ലാനൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. അതിനകത്ത് ആ കണക്കും തൊക്കെ തെറ്റിച്ചിട്ട് അവിടെ എന്തെങ്കിലും എടുക്കുക, ഇവിടെ എന്തെങ്കിലും എടുക്കുക, അങ്ങനെ കൂട്ടിയിട്ടുണ്ടാവും. അത് പറ. ഒരു വീട് പണിയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. ആ കണക്കിൽ പണിതാലേ ശരിയാവുള്ളൂ. നിങ്ങൾ ആശാരിമാര് ഞങ്ങൾ എന്തെങ്കിലും പരാതിയായിട്ട് പറയുമ്പോൾ ഇങ്ങനെ പറയുള്ളൂ. ഞങ്ങൾ എന്തെങ്കിലും കൂട്ടി കുറച്ചു, ആ കണക്കിൽ തെറ്റുപറ്റി. ഇതെന്തോന്നത്? എന്തൊക്കെ നിങ്ങൾ പറയണം എനിക്ക് മനസ്സിലാവുള്ളൂ. എന്തപ്പോ ഇങ്ങോട്ട് പ്രശ്നം? വാനം തോണ്ടി അന്ന് എന്റെ ഭാര്യ എന്റെ കൊച്ചൊരു കുസൃതി കാണിച്ചപ്പോഴേ ആ തൊട്ടടുത്തിരുന്ന ഒരു കമ്പെടുത്ത് അവന്റെ രേറ വെച്ചു കൊടുത്തു. അവന്റെ കൈ മുറിഞ്ഞു, ചോര വന്നു. ചോര കണ്ട എന്റെ ഭാര്യ അപ്പൊ ബോധം കിട്ടും. അത് ശരി. ഇത് നിങ്ങൾ എന്നെ കാണിച്ചു കൂട്ടി ഓരോ കാര്യത്തിന് അങ്ങനെ കണ്ടായ വല്ല ആശുപത്രിയിലേക്ക് പോകാന്നല്ലാണ്ട് ആശാരിമാരുടെ നെഞ്ഞത്ത് കയറിയിട്ടെന്താ കാര്യം? ആദ്യം നിങ്ങൾ ഭാര്യനെയും മകനെയും നേരെ വളർത്താം. അല്ലാതെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ട് ആശാരിയുടെ നെഞ്ചത്തി കയറാൻ നിൽക്കരുത്. അതൊരു നല്ല സ്വഭാവമല്ല കേട്ടോ. വെറുതെ വർത്തമാനം പറയാൻ നമുക്ക് വിളിച്ചോണ്ട് പോയി കതി. നിന്നോട് പറഞ്ഞ വെറുതെ കാര്യം അറിയാതെ ആവശ്യമില്ലാതെ അയാളോടൊന്ന് വർത്താനം പറയരുതെന്ന് പറഞ്ഞ എന്നോട്. നിനക്കറിയാവോ എന്റെ അമ്മാവൻ പറഞ്ഞു ഈ മണ്ണ് നല്ല മണ്ണാണ്, ഇവിടെ ആ സ്ഥാനം കണ്ടതിന്റെ കുഴപ്പം, അതിന്റെ കുഴപ്പം കൊണ്ടാണ് ഈ ലക്ഷണക്കാരൻ മുഴുവൻ പറഞ്ഞു. അറിയാം. എന്നാൽ പിന്നെ നീ അയാളെ വിളിച്ചോണ്ട് പോയത് എന്തിനാണ്? എന്റെ അമ്മാവനെ വിളിച്ച് സ്ഥാനം കാണാറുന്നില്ലേ? ഒരു ആവശ്യമില്ലാതെ പോവാൻ നോക്ക്, നിങ്ങൾ പോവാൻ നോക്ക്. അതെ മെശ്രി, ഞാൻ ഇപ്പൊ പോവും. ആ അമ്മാവനായിട്ട് ഞാൻ തിരിച്ചു വരും. ആരാണ് നിന്റെ അമ്മാവന്? കുറെ നേരം ചിലക്കാൻ തുടങ്ങിയിട്ട്. ആരാ നിന്റെ അമ്മാവൻ? ചീറ്റപ്പുലി ദാമോദരൻ. ചീറ്റപ്പുലിക്കൊക്കെ അപ്പൊ പേരിട്ട് തുടങ്ങി. ആ ചീറ്റപ്പുലി അല്ല, ചാവക്കാട് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ ചീറ്റപ്പുലി ദാമോദരൻ. ഇതിപ്പോ നിങ്ങൾ ഈ നിസാര കാര്യത്തിന് സിംഹത്തിനെയും പുലിനൊക്കെ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരുന്ന എന്തിനാണ്? ഇത് പറഞ്ഞു ഒത്ത് തീർപ്പാക്കിയാ പോരെ? അതെ എന്റെ സുഹൃത്തെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാനൊരു വിശ്വകർമ്മേനാണ്. ഇപ്പൊ ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്ലാനോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളോ ചെയ്യുമ്പോൾ നല്ലത് വരട്ടെ, നല്ലതാവണേ എന്ന് വിചാരിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. അറിയുന്നത് ഇപ്പൊ പ്ലാൻ വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കയറി താമസിക്കുന്ന ആളുകൾ കാലാകാലം സന്തോഷമായിട്ട് ഇരിക്കണമെന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടാണ് അത് ചെയ്യുക. ദൈവത്തിനെ കൂട്ടുപിടിച്ചിട്ടാണ് ചെയ്യുക. ഇതേപോലെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടേ വെറുതെ എന്റെ തൊഴിൽ നശിപ്പിക്കാൻ നിൽക്കരുത് നിങ്ങൾ. ഇത് പുറത്താരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണി കിട്ടുമോ? പണി കിട്ടുമോ? അതെ, നിനക്ക് ഈ വീട് വെച്ചിട്ട് അതിൽ സന്തോഷത്തോടെ താമസിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പൊ ആ പെരക്ക് കുറ്റിയടിച്ച് തന്ന ആളുടെ മനസ്സ് വേദനിച്ച നീ കണ്ട? അച്ഛൻ്റെ ശാപം എന്താണെന്ന് നിനക്കറിയാമോ? ഒരു പണിയേ, എന്തെങ്കിലും ഒരു ദക്ഷിണ കൊടുത്തിട്ട് അയാളോടൊന്ന് പൊരുത്തപ്പെടിയില്ല. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞെന്നുള്ളൂ, നിനക്ക് വേണ്ടി പറഞ്ഞതാണ്. വന്ന 500 ഒരെണ്ണം കൂടെ ഉണ്ടാവില്ലേ? അതേ 100 രൂപകൾ തന്നിട്ടുണ്ട്. അല്ല, നീ പ്രയാസപ്പെട്ടപ്പോ പുള്ളി ഒരു അത് ഇല്ല വെച്ചോ. നിനക്ക് അർഹതപ്പെട്ടല്ലേ, ഞാൻ അതിൽ നിന്നൊന്നും എടുത്തിട്ടില്ല. ചേട്ടാ എന്ത് പറയാനത് വായിക്കൂടി കായും വാങ്ങി അവന്മാര് വേദിക്കും പഠിച്ചിട്ടുണ്ടോ? അല്ല, ഈ നിനക്കാച്ച 2 വായിക്കുണ്ടായാലും അനക്ക് ജീവിച്ചു പോട്ടോ. അല്ല, എന്റെ സ്റ്റൂൾ എവിടെ? അതേ ഇതിനുള്ള കായിട്ടോ അത്. അതല്ലോ അതല്ല എന്തൊരു കഷ്ടമാണ് ഇപ്പൊ അങ്ങനെ ആയിപ്പോ.